ഞങ്ങളെ ഇത്രയും പ്യൂറും നല്ലതാക്കിയത് ഇവരാണ്. ഇതിന്റെ ഉള്ളില് ശരിക്കും ഒരു അൺകണ്ടീഷണൽ ലവ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ വേറെ പൈസയോടോ ഒന്നുമില്ല. നമ്മളങ്ങനെ ഓസം ബൈറ്റ്സ് എന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. ഓസം ബൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെയും അവരുടെ പാരന്റെയും ഒരു സംരംഭമാണ് അല്ലേ മാഡം? മാഡം നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. എന്താണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്? ഇവിടെ ബേക്കിംഗ് ആണ് നടക്കുന്നത്. ഞങ്ങള് ഒരു മെമ്പേഴ്സ്, ഓട്ടിസം ക്ലബിന്റെ മെമ്പേഴ്സ് കൂടി ഒരു 6 ഫാമിലീസ് കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. കുക്കിംഗ് ബേക്കിംഗ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. എന്ന് വെച്ചാൽ കോവിഡ് കഴിഞ്ഞ് പിള്ളേരാകെ ഇച്ചിരി ഐഡിയലായിട്ടൊക്കെ ഇരിക്കുന്നു, എന്തെങ്കിലും ചെയ്യിക്കണം, എന്തെങ്കിലും ഒരു സെൽഫ് ഹെൽപ്പ് സ്കിൽ, ഐ മീൻ ഒരു സ്കില്ല്, ബേസിക് സ്കില്ല് പഠിപ്പിക്കണമെന്ന് വെച്ച് ബേക്കിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അത് ഞങ്ങൾ ദീപ്തി വാട്സാപ്പില് ഒരു ഗ്രൂപ്പ് ഞങ്ങൾ ഫോം ചെയ്തു, കുക്കിംഗ് ആൻഡ് ബേക്കിംഗ്. അപ്പം ഞങ്ങൾ ഞാൻ ഓരോ വീഡിയോ ഇടും. അപ്പൊ ബേസിക്കലി ഞാനൊരു ഹോം ബേക്കർ. അപ്പം ദീപ്തി പറഞ്ഞ ചേച്ചി നമുക്ക് ഓരോ റെസിപ്പീസ് എടുത്തിട്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഒരു കോഴ്സ് പോലെ ചെയ്യിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഈ കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളാണ് ഇത് കാണുന്നില്ല അല്ലേ മാഡം? ഇതിപ്പോ ഇവർ ഓൺലൈനിലൂടെ ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും വിൽക്കുന്നുണ്ട്. ഹൗ ആർ യു? താങ്ക് യു. ഇദ്ദേഹം ആള് മാഡത്തിന്റെ മോനല്ലേ? അതെ അതെ, ബ്രയൻ എന്നാ പേര്. പുള്ളി ഒരു സ്റ്റിൽ ലൈഫ് ആർട്ടിസ്റ്റ് ആണ്. പിന്നെ പല ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ എക്സിബിഷൻസിലൊക്കെ പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ബിനാലിയിലും ഒക്കെ പോയിട്ടുണ്ട്. പല കഴിവ്, ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവര്. ഇപ്പം ഇവർക്ക് മെഷറിങ്, ഇപ്പം ചോപ്പിങ്, ഇതെല്ലാം അവര് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മള് ഇതൊരു ഫുഡ് ഇതായോണ്ട് നമ്മള് പേരൻസ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നതാ. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഓർഡർ ഓട്സ് റൈസിൻ കുക്കീസ് ആണ്. അത് ഞങ്ങളുടെ പ്രോഡക്ട്സ് എല്ലാം വീറ്റ് ബേസ്ഡ് ആണ്, വീറ്റും മില്ലറ്റ് ബേസ്ഡ് ആണ്. ഞങ്ങൾ മൈദയും റിഫൈൻഡ് ഷുഗേഴ്സ് യൂസ് ചെയ്യുന്നില്ല. അപ്പൊ വി യൂസ് ഓൺലി വീറ്റ്, മില്ലറ്റ്സ് ആൻഡ് ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ, ഐ മീൻ ബ്രൗൺ ഷുഗർ, ജാഗറി, ഇതൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഒരു ബേസിക് വീറ്റ് റെസിപ്പിന്ന് ഞങ്ങൾ ട്വീക്ക് ചെയ്ത് പല പല വേരിയേഷൻസ് ഞങ്ങൾ തുടങ്ങി. അപ്പൊ അതിൽ ഒരു ഹെൽത്തി കുക്കിയാണ് ഓട്സ് റൈസിൻ കുക്കീസ്. അപ്പൊ ഇതിൽ നമ്മള് പോറേജ് ഓട്സ് അല്ല, റോൾഡ് ഓട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലേ യൂസ് ചെയ്യുന്നില്ല, ബട്ടർ മാത്രമേ യൂസ് ചെയ്യുന്നത്. ഇത്രയും കുക്കീസുകൾ ഉണ്ടാക്കിയാലും നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി സെല് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ആക്ച്വലി ബൈ വേർഡ് ഓഫ് മൗത്ത്. ആദ്യം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ മെമ്പേഴ്സ് ഞങ്ങള് ബൈ വേർഡ് ഓഫ് മൗത്ത് അവർ വാങ്ങിക്കുമായിരുന്നു. പിന്നെ അവരിൽ നിന്ന് കുറേ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടി. പിന്നെ ഞങ്ങളൊരു വെബ്സൈറ്റ് വെച്ചു. പിന്നെ റോട്ടറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഞങ്ങളുടെ സാധനങ്ങൾ വന്ന് നോക്കി, ഇവിടെ വന്ന് നോക്കി വായിച്ച് ടേസ്റ്റ് ചെയ്ത് ലൈക്ക് ഇൻസ്റ്റയിലൊക്കെ. പിന്നെ ഞങ്ങൾക്കൊരു വെബ്സൈറ്റിൽ നിന്ന് ഓർഡേഴ്സ് വരാറുണ്ട്. പിന്നെ സ്റ്റോൾസ് ഞങ്ങൾ വെച്ച് അതിൽ നിന്ന് ഞങ്ങൾക്ക്, അപ്പൊ അങ്ങനെ കുറെ ഓർഡേഴ്സ് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ വിപ്രോ കോർപ്പറേറ്റ്സിൽ ഞങ്ങൾക്ക് അവരുടെ ടീ ടൈമിൽ ഞങ്ങളുടെ ബൾക്ക് കുക്കീസ് വാങ്ങിക്കുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ബൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ ക്രിസ്മസ് ടൈമിൽ ഞങ്ങൾക്ക് ഈ ഫ്രൂട്ട് മിക്സിങ്ങും എല്ലാമായിട്ട് അതൊരു പ്രോസസ്സാണ്. ഞങ്ങൾ ഇവിടെ അതൊരു സെർമണി ആയിട്ട് തന്നെ ആഘോഷിക്കുന്നത്. നമുക്ക് മാഡം ഇതിൽ ഓരോ ആളുകളെ ഇവരുടെ പാരന്റ്സിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാലോ. ഇവിടെ മാഡത്തിന്റെ മോനാണ് അല്ലേ? ഇത് ബ്രയൻ, ഞങ്ങൾ സച്ചു എന്ന് വിളിക്കും. എന്റെ മോനാണ്. അദ്ദേഹം ആക്ച്വലി ഒരു നല്ലൊരു പെയിന്റ് ഇതാണ് കലണ്ടറിലേക്ക് വേണ്ടി അല്ലേ മാഡം? കലണ്ടറും നിങ്ങളുടെ ഒരു ബിസിനസ് ആണല്ലേ? അതെ, ഞങ്ങളുടെ ഓട്ടിസം ക്ലബിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഈ എല്ലാ വർഷവും ഞങ്ങള് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഞങ്ങളുടെ ഈ കാലണ്ടർ. ഞങ്ങളുടെ മക്കളൊക്കെ പെയിന്റേഴ്സും ആർട്ടിസ്റ്റും പോയറ്റ്സും ആണ്. അപ്പൊ ഓരോരുത്തരുടെ ഓരോ പെയിന്റിങ് ഓരോ പേജസിൽ ഞങ്ങൾ ഇങ്ങനെ വെക്കും. പിന്നെ ഈ അക്ഷരങ്ങളെല്ലാം അവരെഴുതിയതാണ്, അതിൽ നിന്ന് പ്രിന്റ് ചെയ്താ ഞങ്ങൾ ഇതെല്ലാം ഇതില് ആക്കിയിരിക്കുന്നത്. പല പെയിന്റിങ്സ് ഉണ്ട്. ഇതെല്ലാം വലിയ വലിയ കോർപ്പറേറ്റുകള് കലണ്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അതെ, വിപ്രോ എന്നൊരു ഈ വർഷം ബൾക്ക് ഒരു ഓർഡർ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. പിന്നെ കുറെ ഓർഡേഴ്സ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ പോയിട്രി ഞങ്ങളുടെ പിള്ളേർ എഴുതിയ പോയിട്രിയാ. ഇത് പോയിട്രി ഈസ് റിട്ടൺ ബൈ ജിത്തിൻ ജയകുമാർ. ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു ദത്തൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുടെയാ. ഇതും നിഖിൽ സായി പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വരച്ചതാ. എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടല്ലേ മാഡം? അല്ലേ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി ഇവര് ഒന്നിലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരെ സൊസൈറ്റി ഇൻക്ലൂഡ് ചെയ്യണം. വിഷ്ണുവിന്റെ മദർ വൈവിദ്യ. ഇത് ആകാശ് നല്ല ആകാശ് പാടും വരയ്ക്കുകയും ചെയ്യും. ഇതാണല്ലോ മാഡം നമ്മുടെ പ്രോഡക്റ്റുകളായിട്ട് വരുന്ന സാധനം. ഇത് ഞങ്ങളുടെ സ്വീറ്റ് റേഞ്ചിലുള്ളത് വീറ്റ് ചോക്കോ ചിപ്പ്
ഓക്കെ ഓക്കെ. പിന്നെ ഓട്ട് റേസിൻസ്, പിന്നെ ഞങ്ങളുടെ ഒരു തംപ്രിൻ കുക്കിയുണ്ട്. ഈ ജാം ഞങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്ത്, ഇത് സ്റ്റോർ ബോട്ട് ജാം അല്ല, ഇത് ഒരു നടുക്കൊരു കുഴി വെച്ച് അതിനകത്ത് ജാം ഫിൽഡ് കുക്കീസ് ആണ്. പിന്നെ ഒരു കോഫി ആൽമണ്ട് ഉണ്ട്. കോഫി ആൽമണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ് മാഡം? എല്ലാം ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിലെല്ലാം ഞങ്ങളുടെ മെനു ഉണ്ട്. പിന്നെ ഞങ്ങൾ ഈ ചില കസ്റ്റമേഴ്സ്, ചില പിള്ളേർ ഡയറ്റിലാണേ, അവർക്ക് ഗ്ലൂറ്റനും കേസിനും ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇത് സ്പെഷ്യലി കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഗ്ലൂറ്റൻ ഫ്രീ കേസിൻ ഫ്രീ കുക്കീസ്. അപ്പൊ എന്തായാലും ഇവരുടെ കഴിവ്, നിങ്ങളെ കുറിച്ച് ഒരുപാട് പേപ്പറിലൊക്കെ ഫീച്ചർ ഉണ്ട് മാഡം അല്ലേ? പേപ്പറിലൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ഇവരുടെ. ഇതൊക്കെ ഓരോരുത്തർ വന്ന് വിസിറ്റ് ചെയ്ത് പിള്ളേരെ കണ്ട് എല്ലാം ഇന്ററാക്ട് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട്. എന്തായാലും ഇവരെ നമ്മുടെ ഒരു ഭാഗമായി വളർത്തുക അല്ലേ? അതെ, പിന്നെ തീർച്ചയായും ഞാൻ ഞങ്ങളുടെ മറ്റുള്ള കുട്ടികളെ ഓരോരുത്തരും നമുക്ക് കാണുമല്ലോ. പിന്നെ അത് സോഹൻ. സോഹൻ നല്ല പാട്ടുകാരനാ. സോഹന്റെ മദറാണ് അത് ബിൻസി. ഇത് ഷമയുടെ മദറാണ് ഷനാസ്. പിന്നെ ഞങ്ങളുടെ എബി ഉണ്ട്. Sam Varghese. Shahnaz Farooq. Akash Sanjay. Deepa Sanjay. Inside there. See. AB George. അല്ല, ഇതിന്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം വെച്ചാല് ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള കഴിവുണ്ടാവും. ദീപ്തി മാഡം ഒരു നമ്മുടെ സ്ട്രെങ്ത് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം. ഇത് മനോരമയുടെ അവാർഡാ? ഇത് എന്തിനുള്ള അവാർഡ് കിട്ടിയ? നമ്മള് ഓൺടർപ്രണേഴ്സ്, ലേഡി ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതില് ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. ആദ്യം ഒരു 30 പേരെ സെലക്ട് ചെയ്തു. അതിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം നോക്കിയിട്ട് പോയി. പിന്നെ അതിന് 10 പേരെ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഫൈനൽ പിന്നെ 6 പേര്. അങ്ങനെ ഞങ്ങൾക്ക് അത് ഗ്രൂപ്പ് കാറ്റഗറിയിൽ ഫസ്റ്റ് പ്രൈസ് ഓസം ബൈറ്റ്സിന് കിട്ടി. വെരി ഗുഡ്. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയൊരു സന്തോഷം കേട്ടോ. ഇവരൊക്കെ വലിയൊരു മാഡം, നിങ്ങളെ സത്യം പറഞ്ഞാൽ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ സമയം അല്ലേ, നിങ്ങൾ കുറെ കാര്യം പഠിക്കുന്നുണ്ട് ശരിക്കും. ഞങ്ങളെ ഇത്രയും പ്യൂറും നല്ലതാക്കിയത് ഇവരാണ്. ഇതിന്റെ ഉള്ളില് ശരിക്കും ഒരു അൺകണ്ടീഷണൽ ലവ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ വേറെ പൈസയൊന്നുമില്ല. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ഹാപ്പിനെസ് ദൈവം എന്നുള്ളത് തരട്ടെ. നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞ സാധനം യുണീക്ക് ആയിട്ടുള്ള ചില പ്രൊഡക്ട്സുകളാണ്. അപ്പം നമ്മുടെ ആളുകൾക്ക് ഇത് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വാങ്ങിക്കാം. ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം മാഡം. താങ്ക് യു.